സംസക മാങ്ങ മാങ്ങ മേടിച്ചോളിട്ടാ. മാങ്ങ 120 റുപ്യ കിലോ വില. പക്ഷേ 100 റുപ്യക്ക് എനിക്ക് തന്നതാണ്. 10-ാം തീയതി 5-ാം മാസം 2024 വീഡിയോ ആണ്. കർക്കട മുന്നിലാണ് മാങ്ങ കച്ചവടം ഉള്ളത്. ഓക്കെ, ഓനിക്ക് 120 കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഞാൻ വളരെ പ്രയാസത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനാണ്, എൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പം ഓനക്ക് തന്നെ പാവം തോന്നി. അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ 100 റുപ്യ എന്നാൽ മതിയായിരുന്നു. വല്ലാത്ത ജീവിതം. ഇന്ന് തെങ്ങുമ്മ കയറിയിട്ട് ശരീരം കൊണ്ട് തീരും വയ്യ, എന്തങ്ങോട്ട് പറയാം. അപ്പോൾ 3 മണിയായി. 3 മണിക്കുള്ള വീഡിയോ ആണ് ഇപ്പോൾ എടുത്തിക്കണേ. 10-ാം തീയതി 5-ാം മാസം. അങ്ങനെ വരുന്ന വൈക്കുന്ന മാങ്ങ 120-130 റുപ്യ പറഞ്ഞിട്ട് അവസാനം 100 റുപ്യക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 100 റുപ്യക്ക് മേടിച്ച്. ഇനിയിപ്പോൾ ഇത് വെള്ളത്തിലിട്ടിട്ട് വെള്ളതാണ്, ഇതിലിട്ട് കഴുകും കത്തിയില്ല. നമ്മളെ റൂമിലിരുന്നിട്ട് എ സി ഇട്ടിട്ടില്ല. സാധാ ഫാക്ടറി ഉണ്ട് സാറിലാണ്ടൊക്കെയാണ്. 245 ഇതിൻ്റെ ബെഡിൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും കണ്ടാൽ തുടങ്ങും, ഞങ്ങൾക്ക് മാങ്ങ വേണം. പിന്നെ കുട്ടിയോട് പറിച്ചെൻ്റെ മക്കൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കൊടുന്ന് കഴിച്ചോളി, അതിനെന്താണെന്നുള്ളത്. അപ്പോൾ ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു കടയിൽ ഒരു പണിക്കാരൻ കുട്ടിയുണ്ട്, ഓനിക്കുള്ളതാണ്, ഇത് എനിക്കുള്ളതാണ്. അപ്പം ഞാൻ ഓനെ കാണാതെ ഇവിടെ കൂടുന്ന് ഇരുന്ന് തിന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണത് ശരിയല്ല. ഞാൻ എപ്പോഴും എന്തുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്യൽ. ഇവിടെ എന്തെങ്കിലും തിന്നുമ്പോൾ അതിന് 1-2 നമ്മളെ പണിക്കാർ കുട്ടികൾക്ക് അവിടെ മാറ്റി വെക്കും. സംഭവം ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് തിന്നണമെന്നും അവരും അറിയില്ല. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ വല്ലതും കൊടുത്തെങ്കിൽ തന്നെ അവർ ഇരുന്ന് തിന്നുള്ളൂ. അപ്പോൾ അതേമാതിരത്തെ ഒരു സംഭവം നമ്മളെ കല്യാണം കഴിച്ച് നമുക്ക് നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ ആ ഭാര്യയും കുട്ടികൾക്കും തിന്നാൻ കിട്ടും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പണിക്കാർ കുട്ടികളും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പണിക്കാർ നമ്മളെ കയ്യിൽ പണിയെടുക്കുന്നതാണ്. മുതലാളിമാർ വല്ലതും കൊടുത്തെങ്കിൽ മാത്രമേ അവർ തിന്നു, അല്ലെങ്കിൽ അവിടെ ഉള്ളത് മീൻകറിയും ചോറും കഴിച്ച് അവരുടെ ജീവിതം തള്ളി നീക്കി പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും അപ്പോൾ ഒരു 4-5 മാങ്ങ അല്ലെങ്കിൽ 5 അവർക്ക് എൻ്റെ കുട്ടിക്കണ്ട് കൊടുക്കും. മാഷാ അല്ലാഹ്, അതാണ് നമ്മളെ ജീവിതം. വലിയ പൊന്നാരമ്മ ശരീരം കൊണ്ട് തീരുന്നില്ല. ഇന്ന് അപകടം പിടിച്ച തെങ്ങേറിനെ ആ മഷാൻ ഭൂമിയിൽ പോയിട്ട് തെങ്ങേറിയിട്ട് നേരം കൈയൊക്കെ വേദിച്ചിട്ട് എന്നാണ്ട് ഉറങ്ങും. നല്ലൊരു ഉറക്കം. 3 മണിയായി. ഇനി എപ്പോഴാണ് നീക്കിയെന്ന് വരാൻ പറ്റില്ല, കാരണം നേരം കൈ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. മാങ്ങ തിന്നാൻ കിട്ടി. മാങ്ങ എത്ര ഇട്ടിപ്പൊടി മാങ്ങ എന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, ഇതൊരു പുറത്തെ പിടിക്കാണ്ട്. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, ഒരു പുടുത്തം പിടിക്കേട്ടാ. എല്ലാം അടിപൊളി മധുരം. സുബ്ഹാനല്ലാഹ്, നല്ല രസമുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ. കഴുകി തൊലി ചീന്തി കവറിലിട്ട് അധ്വാനിക്കും നിങ്ങൾ സൂര്യൻ്റെ ചുവട്ടിൽ, അനുഭവിക്കാൻ ഞാനും കുട്ടിയും ഈ വീട്ടിൽ, എന്തിന് സമ്പാദിക്കുന്നു. എൻ്റെ ഭാര്യ പാടുന്ന പാട്ടാണ് പാവം. ഞാൻ ഈ മരുഭൂമിയിൽ ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവൾക്ക് ഭയങ്കര പ്രശ്നമാണ്. എപ്പം നോക്കിയാലും എൻ്റെ പെണ്ണുങ്ങൾ പാടണം എന്നോട്, എന്തിന് സമ്പാദിക്കുന്നു. അവൾ പറയും ഒന്നുമില്ലെങ്കിലും. പാവം എൻ്റെ ഭാര്യ പറയാണ്. അവൾ 35 ലക്ഷത്തിൻ്റെ കൊട്ടാരത്തിലാണ് അവൾ താമസിക്കണത്. എന്നിട്ട് ഓൾ അവിടെ ഇരുന്ന് എൻ്റെ പണി കണ്ടിട്ട് സങ്കടം കൊണ്ട് പാടുകയാണ്, എന്തിന് സമ്പാദിക്കുന്നു. ഒന്നുമില്ലെങ്കിലും. നിങ്ങൾ എന്നോട് പറയണത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ വാതിലടച്ചിട്ട് കുഞ്ഞുചോറും കൂട്ടാൻ വെച്ച് കളിക്കാമല്ലോ. ടൻ അവിടെ ഗ്യാസും അടുപ്പൊക്കെ ഉണ്ട്. ഞാനും എൻ്റെ പെണ്ണുങ്ങളും കിടന്ന് ഉറങ്ങണ റൂമിൽ ചായ ഉണ്ടാക്കാൻ. അതാണ് ഓള് പറഞ്ഞത്. വാതിലടച്ചിട്ട് കുഞ്ഞുചോറും കൂട്ടാൻ വെച്ച് കളിക്കാമല്ലോ. അപ്പോൾ സംസുഖം കാരണം എന്താ വെച്ചാൽ ഒരു കാര്യം ചെയ്താളെ, ഇത് എന്താ ഇനി പറയുക, ലൈറ്റർ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ലൈറ്റർ ആയിട്ടാണ് പോയിക്കോടാന്ന് പറഞ്ഞു. സംസുഖാണ്ട് പാട്ട് പാടി കൊടുത്തപ്പോൾ അയാൾ അതും പറയും, അതിൻ്റെ അപ്പുറം പറയും. അത് അങ്ങനത്തെ സാധനമാണ്.